ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്നത് പോലെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയാറുണ്ട്. നമ്മളിൽ പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ്. അത്തരത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു അടുത്ത സുഹൃത്തിനുണ്ടായൊരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ലാലേട്ടന്റെ ഒരു സുഹൃത്ത് മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് AC കമ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പാതിരാത്രി ആയപ്പോഴേക്കും കതവിൽ ആരോ ശബ്ദമായി തട്ടുകയുണ്ടായി. TTR ആകുമെന്ന് കരുതി അദ്ദേഹം വാതിൽ തുറന്നു. എന്നാൽ വാതിൽ തുറന്ന അദ്ദേഹം കണ്ടത് മുടിയൊക്കെ ബോബ് ചെയ്ത് കണ്ണാടി വെച്ച് പച്ച നിറത്തിലുള്ള സാരി അണിഞ്ഞ ഒരു മധ്യവയസ്കയായിരുന്നു. അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? അവർ മറുപടി പറഞ്ഞു. തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളമെടുക്കാൻ അകത്തേക്ക് കയറി. എന്നാൽ തിരികെ എത്തിയ അദ്ദേഹം ആ കാഴ്ച കണ്ട് ഞെട്ടി. വാതിലിന് മുൻപിൽ ആരും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ ഫുൾ ലോക്ക്ഡ് ആയിരുന്നത് കൊണ്ട് പുറത്തു നിന്നൊരു വ്യക്തിക്ക് അകത്തേക്ക് കടക്കാനും കഴിയില്ല, അകത്തു നിൽക്കുന്നൊരു വ്യക്തിക്ക് പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കില്ല. അദ്ദേഹം ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എങ്കിലും ധൈര്യം സംഭരിച്ച് ആ സ്ത്രീയെ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവരെ അന്വേഷിച്ച് നടന്നു തുടങ്ങിയ അദ്ദേഹം അവസാനത്തെ കൂപ്പയിൽ ഒരു വെളിച്ചം കണ്ടു. അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. ആ കൂപ്പയുടെ വാതിലിൽ 2 തവണ മുട്ടി. പിന്നീട് മെല്ലെ കതക് തുറന്നു. ആ കൂപ്പയ്ക്കുള്ളിൽ കണ്ണാടി വെച്ച ഒരു പ്രായമായ മനുഷ്യനുണ്ടായിരുന്നു. ഈ കൂപ്പയിൽ താങ്കൾ മാത്രമേ ഉള്ളോ? അദ്ദേഹം ചോദിച്ചു. അതെ, ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ, നന്നായി വീർത്തിട്ടുമുണ്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം ആ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം കേട്ട ശേഷം ആ മനുഷ്യൻ ചോദിച്ചു, കണ്ണട വെച്ച പച്ച സാരി എടുത്ത് മുടി ബോബ് ചെയ്ത ഒരു സ്ത്രീയാണോ താങ്കൾ കണ്ടത്? അതെ, അദ്ദേഹം മറുപടി പറഞ്ഞു. കുറച്ചു സമയത്തെ ആലോചനയ്ക്ക് ശേഷം ആ വ്യക്തി പറഞ്ഞു, അതെന്റെ ഭാര്യയാണ്. ഭാര്യയോ? എന്നിട്ട് അവർ എവിടെ? ഒരു ഞെട്ടലോടെ അദ്ദേഹം ചോദിച്ചു. ആ മനുഷ്യൻ തുടർന്നു, എന്റെ ഭാര്യ മരിച്ചുപോയി. ഈ ട്രെയിനിൽ സാധനങ്ങളെല്ലാം വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഭാര്യയുടെ ശവപ്പെട്ടി കൂടിയുണ്ട്. മദ്രാസിൽ വെച്ചാണ് മരിച്ചത്. അവിടെ നിന്നും മരണാനന്തര ചടങ്ങുകൾക്കായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതായിരുന്നു ലാലേട്ടൻ സുഹൃത്തിനുണ്ടായ അനുഭവം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്റെ ചാനൽ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ കമന്റ് ബോക്സിലെ മെയിലിലേക്ക് എഴുതി അയക്കൂ. വീണ്ടും കാണും വരെ നന്ദി.